നമസ്കാരം. കഴിഞ്ഞ ദിവസമായിരുന്നു മലയാളികളെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി ബാലയുടെ മുൻ ഭാര്യയായ എലിസബത്ത് രംഗത്തെത്തിയത്. പിന്നാലെ നിരവധി പേരാണ് ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നത്. പലരും എലിസബത്തിന്റെ പിന്തുണയുമായി സംസാരിക്കുമ്പോൾ മറ്റു ചിലർ എലിസബത്തിനെ വിമർശിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയിരുന്നത്. ഇതിനെല്ലാം തന്നെ തക്ക മറുപടിയും എലിസബത്ത് പറയുന്നുണ്ട്. പലപ്പോഴായി വിവാദങ്ങളും വിമർശനങ്ങളും എല്ലാം ബാലയ്ക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. അടുത്തിടെയായിരുന്നു നടന്റെ 4ാം വിവാഹം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നടനെതിരെ ഗുരുതര ആരോപണവുമായി അമൃത രംഗത്തെത്തിയിരുന്നത്. വിവാഹമോചന കരാറിലെ കോംപ്രമൈസ് എഗ്രിമെന്റിൽ കൃത്രിമം കാണിച്ചെന്നും അമൃതയുടെ ഒപ്പ് വ്യാജമായി ഇട്ടെന്നുമായിരുന്നു അമൃത പറഞ്ഞത്. 1 മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോയിലൂടെയാണ് എലിസബത്ത് തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നത്. എലിസബത്ത് പറഞ്ഞതൊക്കെയും കസ്തൂരി എന്ന സ്ത്രീയുടെ മോശം കമന്റുകളെ കുറിച്ചായിരുന്നു. അതേസമയം ബാലയ്ക്കൊപ്പം ജീവിച്ചതിന്റെ പേരിൽ മാനസികവും ശാരീരികവുമായി നിരവധി ബുദ്ധിമുട്ടുകളിലൂടെ താൻ കടന്നുപോയി എന്നും തനിക്ക് സംഭവിച്ചത് പുറത്തു പറയാൻ ഭയമായിരുന്നുവെന്നും ബാല തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നതിലാണ് ഒന്നും തുറന്നു പറയാതിരുന്നതെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ വിവാദങ്ങൾക്കിടെ നടൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പുതിയ വീഡിയോയാണ് വൈറലാകുന്നത്. 4 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ കോഹ്ലിയുടെ കുടുംബാംഗങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജന്മനാടായ ചെന്നൈയിലാണ് ബാലയും ഭാര്യ കോഹ്ലിയും ഉള്ളത്. സ്വന്തം വീടും കുടുംബാംഗങ്ങളെയും സന്ദർശിച്ച ബാല ഇപ്പോൾ ഭാര്യ കോഹ്ലിയുടെ കുടുംബത്തോടൊപ്പമാണ് താമസം. ആദ്യമായാണ് കോഹ്ലിയുടെ കുടുംബാംഗങ്ങൾ ബാലയുടെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത്. തന്റെയും കോഹ്ലിയുടെയും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ജീവിതത്തിനായി കോഹ്ലിയുടെ അമ്മ അടുത്തിടെ തിരുപ്പൂരിൽ പോയി തലമുണ്ടനം ചെയ്തിരുന്നു. അതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ബാല പുതിയ വീഡിയോ ചെയ്തത്. തിരുപ്പതിയിൽ പോയാണ് മൊട്ടയടിച്ചത്. മരുമകനും മകൾക്കും വേണ്ടിയാണ് മൊട്ടയടിച്ചത്. ഒരുപാട് പേരുടെ കണ്ണ് ബാലയുടെ കോഹ്ലിയുടെയും മേൽ പെടുന്നുണ്ട്. ഒരുപാട് അസൂയാലുക്കളുണ്ട് എന്നുമാണ് കോഹ്ലിയുടെ അമ്മ മൊട്ടയടിക്കാനുള്ള കാരണം വെളിപ്പെടുത്തി പറഞ്ഞത്. കോഹ്ലിയുടെ 93 വയസ്സുള്ള മുത്തശ്ശിയെയും വീഡിയോയിൽ കാണാം. ഒരു നികൃഷ്ട ശക്തിയും തൊഴിലെന്ന് ആശീർവദിക്കുന്നതും വീഡിയോയിൽ കാണാം. കൂടാതെ ബാലയ്ക്കും കോഹ്ലിക്കുമായി വാങ്ങിയ ചെറിയ സമ്മാനങ്ങളും അമ്മയും മുത്തശ്ശിയും ചേർന്ന് കൈമാറി. ബാലയ്ക്ക് വേണ്ടി മുരുകരുടെ മോതിരവും കോഹ്ലിക്ക് വേണ്ടി കല്ല് പതിപ്പിച്ച മൂക്കുത്തിയുമായിരുന്നു അമ്മയും മുത്തശ്ശിയും നൽകിയത്. തനിക്ക് ഇത്തരത്തിൽ ഒരു സമ്മാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് ബാല പറയുന്നത് വീഡിയോയിൽ കാണാം. മുത്തശ്ശി തന്നെയാണ് കോഹ്ലിയെ മൂക്കുത്തി അണിയിച്ചതും. പലരും പറയും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ പാതയിലാണ്, ദൈവം മാത്രമേ നമുക്കുള്ളൂ എന്നാണ് ബാല പറഞ്ഞത്. ദീർഘസുമംഗലിയായി നന്നായിരിക്കണം, മാപ്പിളയെ 110 വയസ്സ് വരെ ജീവിക്കണം, അടുത്ത വർഷം നിങ്ങൾക്ക് ആൺകുഞ്ഞ് പിറക്കുമെന്നാണ് ബാലയെയും കോഹ്ലിയെയും ആശീർവദിച്ച് അനുഗ്രഹിച്ച് മുത്തശ്ശി പറഞ്ഞത്. മൂക്കുത്തി കൊടുക്കുക എന്നത് ഒരു ചടങ്ങായതുകൊണ്ടാണ് ഇവിടെ വന്നതെന്നും ബാല വീഡിയോയിൽ പറഞ്ഞു. ഇതുപോലെ തന്നെ നല്ല മനസ്സുള്ള ആളുകൾ ഒപ്പമുള്ളതിനാൽ ആരെന്ത് ചെയ്താലും അത് കൂടോത്രമായാലും ദൈവം മുകളിലുണ്ട്. 4 പേർക്ക് നന്മ ചെയ്തില്ലെങ്കിലും അടുത്തവരുടെ കുടുംബം നശിപ്പിക്കാൻ നമ്മൾ നിൽക്കരുത്. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അങ്ങോട്ട് നമുക്ക് സ്നേഹമുള്ള ഒരുപാട് പേരുണ്ട്. നല്ലത് മാത്രം ചിന്തിക്കുക, എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞാണ് വീഡിയോ ബാല അവസാനിപ്പിച്ചത്. അതേസമയം കോഹ്ലി നല്ല സ്ത്രീയാണെന്നും അതുകൊണ്ടാണ് ബാല സന്തോഷമായി ജീവിക്കുന്നതെന്നും ഒക്കെയുള്ള കമന്റുകൾക്ക് എലിസബത്ത് നൽകിയ മറുപടിയും വൈറലായിരുന്നു. കോഹ്ലി നല്ല സ്ത്രീയാണെന്നൊക്കെ എനിക്കറിയാം, ഞാൻ ഉള്ളപ്പോൾ തന്നെ കോളുകളും മെസ്സേജുകളും ആൾക്ക് വരുമായിരുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചിരുന്നു. ഞാൻ കുട്ടിയെ പോലെ കണ്ടിരുന്ന ആളാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. അനാഥയാണ്, ആ കുട്ടിക്ക് വട്ടാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ എടുത്തു വളർത്തിയ കുട്ടിയാണ്, അതുകൊണ്ടാണ് മെസ്സേജ് അയക്കുന്നതെന്നായിരുന്നു വിശദീകരണം. കുട്ടിയെ എങ്ങനെയാണ് കണ്ടതെന്ന് നമ്മൾ കണ്ടു, അപ്പോൾ അതിൽ തെറ്റില്ലെന്ന് എലിസബത്ത് പറഞ്ഞിരുന്നു.